മോദി സർക്കാരിന് മൂന്നാം ഊഴം. മോദി 3.0. മൂന്നാം തവണയും ശ്രീ നരേന്ദ്രമോദിജി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഇതൊരു ചരിത്ര നിമിഷമാണ്. 10 വർഷം രാജ്യം ഭരിച്ച ഒരു പ്രധാനമന്ത്രിയാണ് ജനങ്ങൾ വീണ്ടും ജനവിധി കൊടുത്ത് വീണ്ടും പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളെ നേരിട്ട് എത്തിച്ച വർഷങ്ങളാണ് കഴിഞ്ഞ 10 വർഷങ്ങളിൽ നടന്നത്. എല്ലാവർക്കും ജലമെത്തിക്കാൻ ജലം ജീവൻ പദ്ധതി മുതൽ രാജ്യത്തൊട്ടാകെ ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ചെറുകിട വ്യവസായങ്ങൾ വർദ്ധിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം താൻ ഇതുവരെ നടത്തിയ ഭരണപരിഷ്കാരങ്ങളും നയരൂപീകരണങ്ങളും ജനങ്ങൾ തന്ന പിന്തുണയാണ് ഈ വിജയവും തുടർഭരണവും. ഇത്തവണ കഴിഞ്ഞ 2 തവണത്തെ പോലെ BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും 240 സീറ്റോടുകൂടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP മാറി. ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി കോൺഗ്രസ് ആണ്. അവർക്ക് 99 സീറ്റാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ നോട്ട് നിരോധനം മുതൽ പല തീരുമാനങ്ങൾ എടുക്കുകയും ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യാൻ മോഡി ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ്, പ്രളയം പോലുള്ള സാഹചര്യങ്ങൾ അതിജീവിക്കാനായി. ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തമായ ഒരു അഴിമതി ആരോപണമോ ഭരണവിരുദ്ധ വികാരമോ കേൾക്കാത്ത വർഷങ്ങളാണ് കടന്നുപോയത്. മോദി പ്രധാനമന്ത്രിയായി 2 വർഷം കൂടി കഴിഞ്ഞാൽ മോദി പുതിയൊരു ചരിത്രത്തിലേക്ക് കടക്കും. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ ആൾ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നു.